ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീവകങ്ങളെ കുറിച്ചാണ്. വൈറ്റമിൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ജീവകങ്ങളിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുന്നേ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. ജീവകങ്ങളിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാം. ട്രോഫോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രോഫോളജി പോഷണത്തെ കുറിച്ചുള്ള പഠനമാണ് ട്രോഫോളജി എന്നറിയപ്പെടുന്നത്. എന്താണ്? പോഷണത്തെ കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? ട്രോഫോളജി എന്നാണ്. പോഷകാഹാരങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണ് ICMR, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ, NIN. എന്താണ് ICMR എന്ന് പറഞ്ഞാൽ? പോഷകാഹാരങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണ് ICMR എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ, NIN. പോഷണത്തെ കുറിച്ചുള്ള പഠനമാണ് ട്രോഫോളജി എന്ന് പറയുന്നത്. പോഷകാഹാരങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന സ്ഥാപനം ഏതാണ്? ICMR. അടുത്തതായിട്ട് പറയാം, ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ആരാണ്? ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫഗ് ആണ് ജീവകം എന്ന പദം നാമകരണം ചെയ്തത്. വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവും ആരാണ്? കാസിമർ ഫഗ് ആണ്. വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് ആരാണ്? കാസിമർ ഫഗ്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം എന്ന് പറയുന്നത്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ്? ജീവകം. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ആരാണ്? കാസിമർ ഫഗ്. വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നതും കാസിമർ ഫഗ്. അതുപോലെ കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ്? ജീവകം. വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ജീവകാധിക്യം എന്ന് പറയുന്നത്. എന്താണ് ജീവകാധിക്യം എന്ന് പറഞ്ഞാല്? വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ജീവകാധിക്യം എന്ന് പറയുന്നത്. അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ADEK. ഏതൊക്കെയാണ്? ADEK. ഇത്രയുമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. മാറിപ്പോവരുത്. അടുത്തതായിട്ട് നമുക്ക് ഓരോ ജീവകങ്ങളും ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ, ജീവകം A ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. എന്താണ് ജീവകം A? കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകമാണ് ജീവകം A. കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവകമാണ് ജീവകം A. അതുപോലെ ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് ജീവകം A. ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം A ആണ്. പാലിൽ സുലഭമായിട്ടുള്ള ജീവകം ഏതാണ്? ജീവകം A ആണ്. പാലിൽ സുലഭമായിട്ടുള്ള ജീവകം A ആണ്. അതുപോലെ പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകം ഏതാണ്? ജീവകം A ആണ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകം, ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം, പാലിൽ സുലഭമായിട്ടുള്ള ജീവകം, പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകം. ഇതൊക്കെ ജീവകം Aയിൽ വരുന്നതാണ്. ജീവകം A സംഭരിക്കുന്നത് കരളിലാണ്. എവിടെയാണ് ജീവകം A സംഭരിക്കുന്നത്? കരളിലാണ് ജീവകം A സംഭരിക്കുന്നത്. പ്രോ വൈറ്റമിൻ A എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ബീറ്റാ കരോട്ടിനാണ് പ്രോ വൈറ്റമിൻ A എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു. ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം എന്താണ്? ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിനാണ്. എന്താണ്? കരോട്ടിനാണ് ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം. ജീവകം A സംഭരിക്കുന്നത് കരളിലാണ്. പ്രോ വൈറ്റമിൻ A എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റാ കരോട്ടിൻ ആണ്. ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം എന്താണ്? കരോട്ടിൻ. അതുപോലെ പ്രതിരോധ കുത്തിവെപ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ A. പ്രതിരോധ കുത്തിവെപ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ A ആണ്.
അടുത്ത ജീവകമാണ് ജീവകം ഡി. ഏതാണ്? ജീവകം ഡി ആണ് അടുത്തത്. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. എന്താണ്? സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. അതുപോലെ ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകവുമാണ് ജീവകം ഡി. ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അതും ജീവകം ഡി ആണ്. ഇത് 10th ലെവൽ എക്സാമിന് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ആൻസർ എന്താണ്? ജീവകം ഡി ആണ്. 2023 PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഏതാണ്? ജീവകം ഡി. ജീവകം ഡി ആണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം. അടുത്ത ജീവകമാണ് ജീവകം ഇ. ഏതാണ്? ജീവകം ഇ ആണ് അടുത്തത്. ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകം. ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകം. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. ഒരു നിരോക്സീകാരി കൂടിയായ ജീവകം. ഇതൊക്കെയാണ് ജീവകം ഇ. എന്തൊക്കെയാണ്? ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകം, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം, ഒരു നീരോക്സീകാരി കൂടിയായ ജീവകം. ഇതൊക്കെയാണ് ജീവകം ഇ എന്ന് പറയുന്നത്. അതുപോലെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം. നവജാതക ശിശുക്കളിൽ നേരിയ ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന വിറ്റാമിനും ഏതാണ്? ജീവകം ഇ ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം, മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം, നവജാതക ശിശുക്കളിൽ നേരിയ ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന വിറ്റാമിനും ഏതാണ്? ജീവകം ഇ ആണ്. അടുത്തതായിട്ട് ജീവകം കെ ആണ്. ഏതാണ്? ജീവകം കെ. രക്തസ്രാവം തടയാനായി ജനിച്ചുടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ആണ് ജീവകം കെ. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. ഫൈറ്റോനാഡിയോൺ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിനും ഏതാണ്? ജീവകം കെ ആണ്. എന്തൊക്കെയാണ്? രക്തസ്രാവം തടയാനായി ജനിച്ചയുടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ, മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം, അതുപോലെ ഫൈറ്റോനാഡിയോൺ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിനും ഏതാണ്? ജീവകം കെ. ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോത്രോബിൻ എന്ന് പറയുന്നത്. എന്താണ്? പ്രോത്രോബിൻ എന്ന് പറഞ്ഞാൽ ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു. അതാണ് പ്രോത്രോബിൻ എന്ന് പറയുന്നത്. അടുത്ത ജീവകമാണ് ജീവകം ബി. ജീവകം ബി. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B1. എന്താണ്? തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം B1. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകമാണ് തയാമിൻ എന്ന് പറയുന്നത്. ഇതും B1 ആണ്. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകം ഏതാണ്? തയാമിൻ. പാലിന് നേരിയ മഞ്ഞനിറം നൽകുന്ന ഘടകം ഏതാണ്? പാലിന് നേരിയ മഞ്ഞനിറം നൽകുന്ന ഘടകമാണ് റൈബോഫ്ലാവിൻ B2. റൈബോഫ്ലാവിൻ ആണ് പാലിന് നേരിയ മഞ്ഞനിറം നൽകുന്ന ഘടകം. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം B1. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകമാണ് തയാമിൻ. പാലിന് നേരിയ മഞ്ഞനിറം നൽകുന്ന ഘടകം ഏതാണ്? റൈബോഫ്ലാവിൻ. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ് ജീവകം B7, ജീവകം B5, ജീവകം കെ. ഏതൊക്കെയാണ്? ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ് ജീവകം B7, ജീവകം B5, ജീവകം കെ. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകമാണ് റൈബോഫ്ലാവിൻ B2. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം ഏതാണ്? റൈബോഫ്ലാവിൻ. ജീവകം H എന്നറിയപ്പെടുന്നത് ജീവകം B7 ആണ്. ജീവകം H എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം B7.
എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് ജീവകം എച്ച്. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏതാണ്? ജീവകം എച്ച് ആണ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? കൊബാൾട്ടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം B12. ജീവകം B12 ആണ് കൊബാൾട്ടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ജീവകം B7. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏതാണ്? ജീവകം എച്ച്. കൊബാൾട്ടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം B12. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം B9. ജീവകം B9 ആണ് രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം. ജീവകം B12ന്റെ മനുഷ്യനിർമ്മിത രൂപമാണ് സയനോകൊബാലമിൻ. എന്താണ്? ജീവകം B12ന്റെ മനുഷ്യനിർമ്മിത രൂപം ഏതാണ്? സയനോകൊബാലമിൻ. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം B9. ജീവകം B12ന്റെ മനുഷ്യനിർമ്മിത രൂപം ഏതാണ്? സയനോകൊബാലമിൻ. അടുത്ത ജീവകമാണ് ജീവകം സി. ജീവകം സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായ ജീവകം ഏതാണ്? ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ജലദോഷത്തിനൊരു ഉത്തമ ഔഷധമായ ജീവകം. ഇതൊക്കെ ഏതാണ്? ജീവകം സി ആണ്. അതുപോലെ മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ്? ജീവകം സി. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ജീവകം സിയുടെ അഭാവത്തിലാണ്. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം സിയും ജീവകം ബിയും. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സിയും ജീവകം ബിയുമാണ്. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം സി ആണ്. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകവും ഏതാണ്? ജീവകം സി ആണ്. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം, യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം, ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകവും ഏതാണ്? ജീവകം സി ആണ്. ഇത്രയും കാര്യങ്ങളാണ് ജീവകങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ജീവകങ്ങളെ കുറിച്ച് പഠിക്കാൻ മെയിനായിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരും പഠിക്കുക. അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.